അമ്മേ. അയ്യോ, ആരാ? അയ്യോ മോനെ, ഒച്ച വെക്കല്ലേ, ഒച്ച വെച്ച ആളെ കൂട്ടല്ലേ. നിങ്ങൾ ആരാ? എന്താ ഇവിടെ? എങ്ങനെ എവിടെ എത്തി? അത് ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാം, എല്ലാം പറയാം. അതിനു മുമ്പ് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തായോ. എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു രാത്രിയായി. ശരി, വെള്ളം തന്നില്ലെങ്കിൽ വേണ്ട മോനെ, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടാൽ മതി. മോൻ കരുതുന്ന പോലെ ചേട്ടനൊരു കള്ളനൊന്നുമല്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, എൻ്റെ സാഹചര്യം കൊണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. മോനെൻ്റെ കാലൊടിഞ്ഞെന്നാ തോന്നുന്നത്. അമ്മാതിരി വീഴ്ചയാണ് വീണത്. കുഞ്ഞെ, കുറച്ച് വെള്ളം തരുമോ? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും മോനെ. മുന്നും പിന്നും കണ്ടൊരു പരിചയമില്ലാത്ത ഒരാൾ ഈ സമയത്ത് വീടിൻ്റെ തട്ടുംപുറത്ത് വന്നിരുന്ന് വെള്ളം ചോദിക്കുമ്പോൾ അത് ഈ അവസ്ഥയിൽ നിന്റെ പേടി ആശങ്കയൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനോടകം വീട്ടുകാരെ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി. നീ അത് ചെയ്തില്ല. നീ നല്ല കുട്ടിയാ. ഞാനത്രയ്ക്കും നല്ല കുട്ടിയൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇളവ് തന്നത്. അതെനിക്ക് മനസ്സിലായി മോനെ. അത് തന്നെ വലിയ കാര്യമല്ലേ. കുറച്ച് വെള്ളമോടെ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇത്രയും നല്ല വെള്ളം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കുടിച്ചിട്ടില്ല മോനെ. ഒരുപാട് ദാഹിച്ചിരുന്നുകൊണ്ടാണെന്നൊന്നറിയില്ല. ഒത്തിരി നന്ദിയുണ്ട് മോനെ. ഒരു കള്ളൻ്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട മോനെ. ഞാൻ കള്ളനല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചത്. ഇതിനു മുമ്പ് വരെ ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ സാഹചര്യം എന്നെ ചതിച്ചു. എങ്ങനെ? എനിക്കൊരു കുഞ്ഞനീതി ഉണ്ടായിരുന്നു, ജാനി. ക്യാൻസർ ആയിരുന്നു. ജാനി ദാസൻ എന്നാണോ അവളുടെ മുഴുവൻ പേര്? ശരിയാ, ദാസ് എന്നാ എൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛന് വയ്യാണ്ടായപ്പോൾ കുടുംബത്തിന് മൊത്തം ഭാരം എൻ്റെ തലയിലായി. അങ്ങനെ ഞാൻ പാടിപ്പേർത്തി കൂലിപ്പണിക്ക് ഇറങ്ങി. പക്ഷെ ആ പണമൊന്നും അവക്കും അച്ഛനും മരുന്ന് മേടിക്കാൻ പോലും തികയില്ലായിരുന്നടാ. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ അയാളാ. ആര്? നീ ഇങ്ങനെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്തൊലക്കെ കിട്ടാനാ? എന്ത് കിട്ടിയാലും അന്നന്നത്തെ കാര്യം മാത്രം നടക്കും. എടാ, പണമുള്ളവന് മാത്രമേ ഇവിടെ വിലയുള്ളൂ. ഞാൻ പറയുന്നത് ചെയ്താൽ നിന്റെ അനിയത്തിയുടെ അസുഖം മാറാനുള്ള പണം തനിക്ക് കിട്ടും. നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഞാനൊരു സാധനം നിന്റെ കയ്യിൽ തരും.
അത് നീ നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അടുത്തെത്തിക്കണം. അവിടെ നിന്നെ തേടി ചില കുട്ടികൾ വരും. നീ അവർക്കിത് കൊടുത്താൽ മാത്രം മതി. മയക്കുമരുന്നാണോടാ? നിനക്കൊരു കാര്യമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, പറഞ്ഞേ കേക്ക്. നിന്റെ മുമ്പിലെ ലക്ഷ്യം നിന്റെ അനിയത്തിയുടെ ജീവിതം. അതിന് നിനക്ക് പണം വേണം. എന്നാലും എടാ, സ്കൂൾ പിള്ളേരോ, അവരല്ലേ നമ്മുടെ ഭാവി തലമുറ. അങ്ങനെ അവൻ പറഞ്ഞിട്ടാ ഞാൻ ചെറിയ മയക്കുമരുന്നിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടായിരുന്നടാ, പിന്നെ ഒരാവേശമായി. പക്ഷെ അധികം നീണ്ടില്ല, ജയിലിലായിരുന്നു കുറച്ച് കാലം. ജയിലിൽ വെച്ചാ ഞാൻ അയ്യപ്പനെ പരിചയപ്പെടുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞിട്ടാ ഞാൻ മോഷ്ടിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ആദ്യ പരീക്ഷണം തന്നെ പാളി. ഓട് വിളിച്ച് താഴെ കിറങ്ങാൻ നോക്കിയതാ, പിടി തെറ്റി താഴെ വീണു. എടാ, എൻ്റെ കൈക്കെന്തോ പവറുള്ള പോലെ. അല്ല, നിനക്കെങ്ങനെ എൻ്റെ അനീതി അറിയാം? അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നിനക്കറിയോ? അറിയാം, ആ ബോട്ടിൽ ഞാനും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ മോനെ, എൻ്റെ വിധി. അല്ലെങ്കിൽ ടൂറിന് പോയ ബോട്ട് മറിയണോ? മോൻ കണ്ടോ അവൾ മുങ്ങി താഴുന്നത്? കാഴ്ചകളൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ. കാണാനൊക്കെ ഒത്തിരി ഉണ്ടെന്നാ മാഷ് പറഞ്ഞേ. അമ്മയും എൻ്റെ പേര് സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ കാണായിരുന്നല്ലോ. അമ്മ വരാനിട്ടല്ലേ? സാരമില്ല കേട്ടോ, നീ പോയിട്ടോ, ഹാപ്പി ചെയ്യും. ചേട്ടൻ കരുതും പോലെയല്ല, ആ ബോട്ട് പഴയതാണ്. കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥൻ അനുമതി കൊടുത്താണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ടിന്റെ അടിഭാഗം വിണ്ടുകീറി. അങ്ങനെ വെള്ളം കയറിയാണ് ബോട്ട് മുങ്ങിയത്. ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ പോയതല്ലേ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ചിലരുടെ പണത്തോടുള്ള ആർത്തി മൂലം നഷ്ടപ്പെട്ടത് കുറച്ചു കുട്ടികളുടെ ജീവനല്ലേ. പണത്തോടുള്ള ആർത്തിയല്ലേ ചേട്ടനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഉള്ളതുകൊണ്ട് ജീവിക്കണം ചേട്ടാ. ജീവിതം നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വിലയറിയൂ. ചേട്ടൻ ഇങ്ങനെയായതിൽ ജാനിക്ക് വലിയ വിഷമമുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ വാക്ക് തരാം മോനെ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരായ മാർഗത്തിൽ ഞാൻ ജീവിക്കും. ആദ്യം പോയി.
ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഉല്ലാസയാത്രക്കൊന്നും വിടണ്ടാന്ന്. ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ കാണാൻ നമ്മൾ മാത്രം എന്തിനാ എനിക്ക് വേണ്ടിയല്ലേ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്? ആ ബോട്ടപകടത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇല്ലാണ്ടായി. വിധി ആരാണ് ഈ വിധി തീരുമാനിക്കുന്നത്? ചേട്ടനാണോ? അതിന് ചേട്ടന് ഒരിക്കലും കഴിയില്ല. ഞങ്ങളുടെ വിധിയും ജീവിതവും തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഡോക്ടറാവണം, എൻ്റെ അമ്മേനച്ഛനെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും നേടിയാലും ആ ജീവിതത്തിന് ഒരു അവസാനമുണ്ട്. എൻഡ് ഓഫ് ലൈഫ്. താനൂരിൽ 22 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് ദുരന്തത്തിൽ ബോട്ടുകളിൽ അമിതഭാരത്തിൽ ആളുകളെ തുറയ്ക്കുന്നത് എന്തുകൊണ്ട്? ഒരു കുടുംബത്തിലെ 4 ജീവനുകളാണ് പൂരപ്പുഴയിൽ മുങ്ങിത്താഴ്ന്നത്. നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തണം.